ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലൈ ദുബായ് കമ്പനിയിലേക്ക് ഫ്ലൈ ദുബായ് എയർലൈൻസിലേക്ക് ഒരുപാട് ജോലി ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2009 ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻ കമ്പനികളിൽ 2ാം സ്ഥാനത്താണ് ഈ ഒരു കമ്പനി നിലകൊള്ളുന്നത്. ഏകദേശം 55 രാജ്യങ്ങളിലായിട്ട് 125ഓളം ഡെസ്റ്റിനേഷൻസ് ആണ് ഈ ഒരു കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിയുന്നത് വഴി നിങ്ങൾക്ക് ദുബായ് എയർപോർട്ടിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയുന്നതാണ്. പുറമേ വേറെ രാജ്യങ്ങളിലും ജോലി നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ്, അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഒരുപാടധികം വേക്കൻസി, അതിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള യോഗ്യതയുള്ള വേക്കൻസികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം കൂടെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക, ശേഷം ഇതിലേക്കായിട്ട് അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൈ ദുബായ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നാണ്. ആദ്യത്തെ വേക്കൻസി വരുന്നത് ഫസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്കാണ്. സീനിയർ ഓഫീസർ, UAE കാഡറ്റ്, സീനിയർ കോർഡിനേറ്റർ, ഇന്റേൺഷിപ്പ് എൻഗേജ്മെന്റ് പ്രോഗ്രാമർ, ടീം ലീഡർ, ക്യാബിൻ ക്രൂ, മാനേജർ, പ്രൊജക്ട് മാനേജ്മെന്റ്, സീനിയർ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഫ്ലൈ ദുബായ് കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ്. കമ്പനി എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ദുബായ് തന്നെയാണ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം തരുന്നത്. ദുബായ് എയർപോർട്ടിലേക്കാണ് വേക്കൻസികൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ യോഗ്യത ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് ഫ്ലൈ ദുബായിയുടെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും. അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ ആ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് താഴെയായിട്ട് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു അപ്ലൈ നൗ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അറിയാൻ കഴിയുന്നതാണ്. ജോബ് പർപ്പസ് എന്താണ്, ജോബ് ലൊക്കേഷൻ എവിടെയാണ്, ജോബിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ഇതിലേക്ക് എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ശേഷം താഴെ നിങ്ങൾ അപ്ലൈ എന്നൊരു നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കാണും. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആൻസർ ചെയ്യുക. ശേഷം നിങ്ങളുടെ CV സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത്ര മാത്രമേ ഇതിലേക്കായിട്ട് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ആദ്യം ഡോക്യുമെന്റ് സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ഡോക്യുമെന്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നതായിരിക്കും. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും വരിക. നിങ്ങൾ അയക്കുന്ന ഇമെയിലായിരിക്കും, അതായത് CVയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഇമെയിലായിരിക്കും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID തന്നെ അതിൽ കൊടുക്കാൻ ശ്രമിക്കുക. CVയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. സാധാരണ കൂടുതലും വരുന്നത് ഇതുപോലെയുള്ള കമ്പനീസ് ഇമെയിൽ വഴിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇമെയിൽ വഴി തന്നെയായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെ CVയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് എല്ലാം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.